ബേബി ലൈലി അല്ല പുതുനാളം എന്ന് വിളിക്കുന്നതാവും കേൾക്കാനിമ്പം. തന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും 2 തവണ ജന്മം കൊണ്ടവൾ, ദൈവം ഭൂമിയിൽ എത്തിച്ച കുഞ്ഞുമാലാക, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ലഭിച്ച കുഞ്ഞാണ് ബേബി ലൈലി ബൂമർ. 2 തവണ അമ്മയുടെ വയറ്റിൽ നിന്നും പ്രസവിച്ച് ഇപ്പോഴും എല്ലാവരെ പോലെയും ജീവിക്കുന്ന ഒരു കുഞ്ഞുമാലാകിയാണ് ലൈലി ബൂമർ. ലോകത്തിലെ തന്നെ ആരും പറയാത്ത വിചിത്ര കഥയിലേക്കാണ് ഇന്ന് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ടെക്സസിലെ ലെവിസിലെ സ്വദേശിയായ മാർഗ്രറ്റ് ഹോക്കിംഗ് ബൂമർ എന്ന സ്ത്രീ ഗർഭിണിയാവുന്നു. കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ടെക്സസ് ചിൽഡ്രൻസ് ഫെറ്റൽ ഹോസ്പിറ്റലിലെത്തിയ അവൾ താൻ ഇരട്ട കുട്ടികളുടെ അമ്മയാണെന്ന കാര്യം മനസ്സിലാക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് സന്തോഷത്തിന്റെ നാളുകളായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് പുത്തനുടുപ്പുകൾ തയ്ച്ചും പേരുകൾ കണ്ടുപിടിച്ചും അവൾ സ്വപ്നങ്ങൾ നെയ്തെടുത്ത് ദിവസങ്ങൾ തള്ളി നീക്കി. പെട്ടെന്നാണ് എല്ലാ സന്തോഷങ്ങളും തല്ലിക്കെടുത്തിക്കൊണ്ട് ആ ദിവസം വന്നെത്തിയത്. 2 ട്രൈംസ്റ്റർ, അതായത് ഗർഭസമയത്തിലെ 13 മുതൽ 26 വരെയുള്ള ആഴ്ചകൾ. ആ ആഴ്ചകൾ തികയുമ്പോൾ ഗർഭാവസ്ഥയിൽ നിന്ന് തന്നെ അതിലുള്ള ഒരു കുഞ്ഞു മരിക്കുകയാണ്. അത് അവളെ വളരെയധികം സങ്കടക്കടലിൽ താഴ്ത്തിക്കളഞ്ഞു. കൂടുതൽ ദിവസമൊന്നും സങ്കടപ്പെട്ടിരിക്കാൻ അവൾക്ക് ആയില്ല. 2 പേർക്കും കൊടുക്കാൻ മാറ്റിവെച്ച മുഴുവൻ സ്നേഹവും കൊടുക്കാൻ ഒരു കുഞ്ഞ് ഗർഭാശയത്തിൽ ബാക്കിയുണ്ടായിരുന്നു. അമ്മയുടെ വിഷമം കുഞ്ഞിനെയും ബാധിക്കുമെന്ന ചിന്ത അവളെ വല്ലാണ്ട് അലട്ടി. പിന്നീട് അങ്ങോട്ട് പേടിച്ചും വളരെ ശ്രദ്ധ പുലർത്തിയും ഗർഭകാലം തള്ളി നീക്കി. എന്നാൽ 23ാം ആഴ്ചയിലെ സ്കാനിങ്ങിൽ അവർക്ക് തിരിച്ചടിയായിക്കൊണ്ട് തന്റെ മരിക്കാത്ത മറ്റേ കുഞ്ഞിന്റെ കൂടെ അവളുടെ അതേ വലുപ്പത്തിൽ തന്നെ ഒരു മുഴ കൂടി വളർന്നു വരുന്നുണ്ടെന്ന് അവൾ സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കി. വെറും ഒരു മുഴയല്ലായിരുന്നു അത്, ക്യാൻസർ മുഴയായിരുന്നു. അതും കുഞ്ഞിന്റെ നട്ടെല്ലിൽ. സയൻസിൽ അതിനെ അട്രോസിഗിയ ടെറട്ടോമ എന്നാണ് പറയപ്പെടുന്നത്. ഈ വിധ ക്യാൻസറുകൾ ഗർഭപാത്രത്തിൽ നിന്ന് ഗർഭാവസ്ഥ ശിശുവിലേക്കുള്ള രക്തം വഴി തിരിച്ചുവിടുകയാണ് ചെയ്യുക. അതുവഴി കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാവുക വഴി ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കുഞ്ഞിനും അമ്മക്കും ഒരുപോലെ ജീവൻ നഷ്ടമാകുന്ന ആ അവസരത്തിൽ ഡോക്ടേഴ്സ് ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ പറയുകയാണ്. പക്ഷേ ആ അമ്മ മനസ്സിന് അതിനാവുന്നില്ലായിരുന്നു. ഒന്നല്ലെങ്കിൽ കുഞ്ഞിന്റെ ക്യാൻസർ പിടിപെടാൻ അനുവദിക്കുക, അതല്ലെങ്കിൽ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ ചെയ്യുക എന്ന നിലയിൽ അവർ എത്തിച്ചേർന്നു. ഒരു മാർഗവുമില്ലാത്തതിനാൽ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ ചെയ്ത് ക്യാൻസർ മുഴ എടുത്തു കളയാൻ തീരുമാനിക്കുന്നു. അപ്പോഴും കുഞ്ഞിന്റെ ജീവന് 50% മാത്രമേ ജീവിത സാധ്യത പറഞ്ഞിട്ടുള്ളായിരുന്നു. എല്ലാ തീരുമാനങ്ങൾക്കുമൊടുവിൽ ഓപ്പറേഷൻ നടത്തുന്നതിന്റെ ആ ദിവസം വന്നെത്തി. കുഞ്ഞിന് വെറും 0.53 കിലോഗ്രാം മാത്രമേ തൂക്കമുണ്ടായിരുന്നുള്ളൂ. അതേകദേശം ഒരു എലിക്കുഞ്ഞിന്റെ അത്ര വലുപ്പം മാത്രം. എല്ലാവരും ആ സമയം അത്രയും പ്രാർത്ഥനയിൽ മുഴുകി. നീണ്ട 20 മിനിറ്റിന് നേരത്തെ ഓപ്പറേഷന് വേണ്ടി ഡോക്ടേഴ്സ് ഡാരൽ കാസസും ടീമും സമയമാവാത്ത ആ കൈപ്പത്തിയിൽ കൊള്ളുന്ന ആ ചോരക്കുഞ്ഞിനെ ഗർഭാശയത്തിൽ നിന്നും പുറത്തെടുക്കുന്നു. അതായത് കുഞ്ഞിന്റെ ആദ്യ ജനനം. ഓപ്പറേഷൻ നടത്തുന്നതിന്റെ ഇടയിൽ ആ കുഞ്ഞിന്റെ ശ്വാസം ഭാഗികമായി നിലക്കപ്പെട്ടു. എല്ലാവരുടെയും പ്രതീക്ഷകൾ അസ്തമിച്ച് ഭയത്തോടെ അവരെല്ലാം മരവിച്ചു നിന്നു. എന്നാൽ അതിവിദഗ്ധരായ ഹാർട്ട് സ്പെഷ്യലിസ്റ്റുകളുടെ സഹായത്താൽ എല്ലാം സുഖപ്രദമാക്കി. ആ കുഞ്ഞു ഹൃദയസ്തംഭനം വീണ്ടെടുത്തു. ആകുലതകൾക്കെല്ലാം ഒടുവിൽ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നും ക്യാൻസർ മുഴുവനായി എടുത്തു കളഞ്ഞു. വീണ്ടും ആ മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് ആ കുഞ്ഞിനെ സുരക്ഷിതമാക്കി വെച്ച് തുന്നിക്കെട്ടി. ഓപ്പറേഷന് ശേഷം 12 ആഴ്ചയോളം അമ്മയായ മാർഗ്രറ്റ് ബെഡിൽ നിന്നും എണീക്കാതെ പൂർണ്ണ വിശ്രമത്തിൽ കടന്നു. ജൂൺ 6-ന് ബേബി ലൈലിനെ വീണ്ടും പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ലോകം അവളെ വരവേറ്റു. അവൾ വീണ്ടും ഭൂമിയിലേക്ക് 2ാം ജന്മമായി. പ്രസവം കഴിഞ്ഞ് 8 ദിവസം പിന്നിട്ടപ്പോൾ കുഞ്ഞിനെ പൂർണ്ണമായി സുഖപ്പെടുത്തുന്നതിന് വേണ്ടി അവസാനമായി ഒരു ഓപ്പറേഷന് കൂടെ വിധേയമാക്കി. അതുവഴി ക്യാൻസർ എന്ന രോഗം മുഴുവനായി ശരീരത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ടു. ഇന്ന് 8 വർഷങ്ങൾക്കിപ്പുറം അവൾ എല്ലാ കുട്ടികളെയും പോലെ സുഖമായി ജീവിക്കുന്നു. സെക്രോസീജിൽ ക്യാൻസർ 30,000 മുതൽ 70,000 വരുന്ന ജീവനുള്ള കുട്ടികളിൽ വളരെ ചുരുക്കം കുഞ്ഞുങ്ങളിലെ കാണപ്പെടുന്നുള്ളൂ.
എന്നാൽ അവ ആൺകുട്ടികളെക്കാൾ കൂടുതലും 4 മടങ്ങ് പെൺകുട്ടികളിലാണ് കാണപ്പെടുന്നത്. ലൈലിനെ ഓർക്കുമ്പോൾ അമ്മയായ മാർഗരറ്റിനെ ഒരിക്കലും ഓർക്കാതിരിക്കാൻ വയ്യ. കാരണം ഒരു സ്ത്രീ 2 തവണയാണ് മരണത്തെ അഭിമുഖീകരിക്കുന്നത്. ഒന്ന് അവളിൽ ജീവൻ നഷ്ടപ്പെടുമ്പോൾ, മറ്റൊന്ന് അവൾ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ. ആ സമയമാണ് ഏറ്റവും ശ്രേഷ്ഠമായതും. മാർഗരറ്റ് തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുക വഴി 2 തവണ മരണത്തെ കണ്ടിരിക്കുന്നു. അങ്ങനെ മരണത്തിൽ നിന്നും ഇപ്പോൾ ആ അമ്മയും കുഞ്ഞും പുനർജനിച്ചത് ലോകത്തിലെ അസാധാരണ സംഭവത്തിന് സാക്ഷ്യം കുറിച്ചിരിക്കുന്നു.